പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആണ് ഒരു ജാഗ്രത കുറവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വിധേയമാക്കേണ്ടത്. അപ്പോൾ തനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല എന്നും അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ആ സ്ഥാനത്തിരിക്കുമ്പം ജാഗ്രത ഉണ്ടാവണം. അപ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ റെക്കോർഡുകൾ തിരുത്തി ദേവസ്വം ബോർഡ് തീരുമാനമാക്കി മാറ്റി പാളികൾ കൊണ്ടുപോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയാണോ എന്നറിയില്ല. അതൊക്കെ SIT അന്വേഷിക്കട്ടെ. SIT അന്വേഷിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരും. നമുക്കിപ്പോൾ ഊഹാപോഹങ്ങൾ കേട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാനും കഴിയത്തില്ല. നടന്ന സംഭവങ്ങളുടെ പൂർണ്ണമായ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടും പറയുകയും ചെയ്യും. അല്ല, ഞാനത് വ്യക്തമാക്കിയതാണ്. അതായത് പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും. അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ആ പരിശോധന ആ കുറ്റത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. എന്തായാലും ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ്. SITയുടെ നടപടി മാതൃകാപരമാണ്. SITയുടെ നടപടി ശക്തമായ നടപടിയാണ്. അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പ്രതി ചേർത്ത് അതിന്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം പറയുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിന്റെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അറിയും. അറിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ചുള്ള തീരുമാനം പാർട്ടി എടുക്കും. പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് കണ്ടത്. നേരത്തെ നമ്മൾ കേട്ടത് MV ഗോവിന്ദന്റെ പ്രതികരണമാണ്. കുറ്റക്കാരെ ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി കൈക്കൊള്ളില്ല. ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്, അത് കോടതിയിൽ തെളിയേണ്ടതാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പാർട്ടി നിലപാട് എന്നാണ് MV ഗോവിന്ദൻ അറിയിച്ചത്. മുഖ്യ സൂത്രധാരനാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയാണ്. അദ്ദേഹം അല്പസമയം മുൻപ് അറസ്റ്റിലായി എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നത്. കട്ടിളപ്പാളി കടത്തിയ കേസിൽ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായി. അതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിനെ ഹാജരാക്കും. മുൻ MLAയും നിലവിൽ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ് A പത്മകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.